എക്സാം കാപ്സ്യൂൾ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് NTPC പരീക്ഷകളുടെ തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചും പരീക്ഷാ ഘടനയെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുവല്ലോ. ഇനി വിശദമായ പരീക്ഷാ സിലബസിനെക്കുറിച്ചും ഉദ്യോഗാർത്ഥികൾ ഊന്നൽ നൽകേണ്ട മേഖലകളെക്കുറിച്ചും സംസാരിക്കുന്നു RRB പരീക്ഷാ വിദഗ്ധൻ ഗോകുൽ വിജയൻ. NTPC എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ്സുകളെക്കുറിച്ചും എക്സാം പാറ്റേണിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു. ഈ എപ്പിസോഡിൽ നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ഈ ഒരു എക്സാമിനായി നമ്മൾ എന്ത് സിലബസ് ആണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മാത്സ്, റീസണിംഗ്, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന 3 ടോപ്പിക്കുകളാണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മാത്സിൽ വരുന്നത് ഫണ്ടമെന്റൽസും അതിന്റെ അപ്ലിക്കേഷൻസും പിന്നെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും മാത്രമാണ്. ഇതിൽ ഫണ്ടമെന്റൽസ് എന്ന വിഭാഗത്തിൽ നമ്പർ സിസ്റ്റം, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, LCM ആൻഡ് HCF, സ്ക്വയർ റൂട്ട്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പേഴ്സന്റേജ്, സിംപ്ലിഫിക്കേഷൻ തുടങ്ങിയ വെയിറ്റേജ് അധികമുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ വരുന്നത് ഈ ബേസിക്കായി പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺ, ഏജ്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഏവറേജ്. മാത്രമല്ല അഡ്വാൻസ് ലെവലിൽ ഉൾപ്പെടുന്ന ആൾജിബ്ര, ജിയോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ ടോപ്പിക്കുകളെല്ലാം മാത്സിന്റെ ടോപ്പിക്കുകളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ഭാഗമാണ് റീസണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ലോജിക്കും ഇന്റലിജൻസുമാണ് പ്രധാനമായും ടെസ്റ്റ് ചെയ്യുന്നത്. അതിനായി നമ്മൾ പഠിക്കേണ്ടത് നമ്പർ സീരീസ്, ആൽഫബറ്റിക് സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, പസിൽസ്, സില്ലോജിസം, വെൻ ഡയഗ്രാം, പിന്നെ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എല്ലാം ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. മാത്രമല്ല കോമൺ സെൻസും ലോജിക്കും ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് നേടാനാകുന്ന ഒരു ഏരിയയാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗമാണ് ജനറൽ അവയർനെസ്. ഇതിൽ നമ്മുടെ ചുറ്റും ദിനം പ്രതി നടക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കറന്റ് അഫയേഴ്സും NCERT പാഠപുസ്തകം 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളും ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് ജനറൽ അവയർനെസ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം വളരെ ആധികാരികമായി പഠിച്ചാൽ സെലക്ഷൻ കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കടലുപോലെ കിടക്കുന്ന ജനറൽ അവയർനെസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണുമെന്റ്സ്, നാഷണൽ പാർക്കുകൾ, ഡാൻസ് ഫോംസ്, ആർട്ട് തുടങ്ങിയ സ്റ്റാറ്റിക് ജനറൽ നോളജും നമ്മൾ ഊന്നൽ നൽകി പഠിക്കേണ്ടതുണ്ട്. RRB NTPC പരീക്ഷാ സിലബസിനെക്കുറിച്ചും ഉദ്യോഗാർത്ഥികൾ ഊന്നൽ നൽകേണ്ട മേഖലകളെക്കുറിച്ചും സംസാരിച്ചത് RRB പരീക്ഷാ വിദഗ്ധൻ ഗോകുൽ വിജയൻ. എക്സാം കാപ്സ്യൂൾ.